തൃക്കരിപ്പൂരിൽ പടന്നക്കാട് നെഹ്റു കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ SFI പ്രവർത്തകർ തടഞ്ഞതായി പരാതി. സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന മീഡിയ ടീമിനെ കയ്യേറ്റം ചെയ്തുവെന്നും ആരോപണമുണ്ട്. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ ആശുപത്രി ചികിത്സ തേടിയിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, സ്ഥാനാർത്ഥി ഉൾപ്പെടെ തടയുന്നത് കാണാം. കയ്യേറ്റം ചെയ്തോ? എന്തിനാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്? എന്താണ് സംഭവിച്ചത് അവിടെ? തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ഇന്ന് ഈ ക്യാമ്പസുകളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമാണ് വോട്ട് ചോദിച്ച് എത്തിയത്. അതിന്റെ ഭാഗമായാണ് പടന്നക്കാട് നെഹ്റു കോളേജിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്ദീപ് വാര്യർ എത്തിയത്. ആ ഘട്ടത്തിൽ അവിടെ കോളേജ് യൂണിയന്റെ കോളേജ് ഡേ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. SFIയുടെയാണ് കോളേജ് യൂണിയൻ. ആ പരിപാടി നടക്കുന്നതിനിടെ അവിടെ കയറി വിദ്യാർത്ഥികളോട് വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് SFI പ്രവർത്തകർ പറഞ്ഞു എന്നതാണ് നിലവിൽ ഇപ്പോൾ UDF ആരോപിക്കുന്നത്. എന്നാൽ സന്ദീപ് വാര്യരും കൂടെ ഉണ്ടായിരുന്നവരും അത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതെവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും ചോദിക്കാം, അത് അവകാശമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വോട്ട് ചോദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടെയാണ് കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് പോയത്. സന്ദീപ് വാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന 3 മീഡിയ ടീമിന്റെ ഭാഗമായിട്ടുള്ള 3 പേർക്കും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു KSU പ്രവർത്തകൻ ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ട്. നിലവിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നതാണ് ആരോപിക്കുന്നത്. അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ UDF പുറത്തുവിട്ടിട്ടുമുണ്ട്. അതായത് മീഡിയ ടീമിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ പ്രവർത്തകരെയൊക്കെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. സന്ദീപ് വാര്യർക്കും ഈ തടയുന്ന ഘട്ടത്തിൽ, അതായത് SFI പ്രവർത്തകർ ഈ തടയുന്ന ഘട്ടത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട് എന്നതാണ് UDF പറയുന്നത്. സന്ദീപ് വാര്യരും നിലവിൽ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ശരി, നമുക്ക് പ്രതികരണങ്ങൾ കൂടി തേടണം. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.